ഗായ്സ് വെൽക്കം ഗായ്സ്. ഞാനങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുകയാണ്. നമ്മൾ മൈൻക്രാഫ്റ്റാണ് ഇതിൽ കളിക്കാൻ പോകുന്നത്. അപ്പോൾ മൈൻക്രാഫ്റ്റ് കളിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്നും ഇവിടെ കാണുക. സോ എൻ്റെ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റത്തെ വീഡിയോ ആയതുകൊണ്ട് കുറേ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് സർവൈവൽ സീരീസ് തുടങ്ങിയിരിക്കുകയാണെങ്കിൽ നമുക്കൊന്ന് കളിച്ച് നോക്കാം. ഗായ്സ് ഇവിടെയാണ് അപ്പോൾ നമ്മൾ സ്പോൺ ആയിട്ടുള്ളത്. നമുക്ക് പോയി അവിടുത്തെ മരം വെട്ടണം. മരം വെട്ടിയാലേ നമുക്ക് മൈൻക്രാഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഞാൻ ഇതിൽ കോർഡിനേറ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. കൂടുതൽ സീരിയസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. പിന്നെ ഇന്നത്തെ നമ്മളെ ഗോൾ എന്താണെന്ന് വെച്ചാൽ ഫുൾ സെറ്റ് അയൺ ആർമർ ആവണം. നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീടുണ്ടാക്കണം. ഇന്നെന്തായാലും ഫുൾ സെറ്റ് അയൺ ആർമർ ആവും. നമ്മളെ ബേസ് അവിടെ വരുന്നതൊന്നും നമുക്ക് ഇന്ന് കണ്ടുപിടിക്കണം. സോ ഞാൻ ഈ ഫുള്ള് സ്റ്റോൺ റൂൾസ് ആയിട്ടിട്ട് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, നമുക്കങ്ങനെ 12 സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. നമുക്ക് സ്റ്റോൺ റൂൾസിലോട്ടാവാം. ഓക്കെ, സോഡ് സ്റ്റിക്ക് ഉണ്ടാക്കണം. പിക്കാക്സ് ആക്സ് സ്റ്റിക്ക് ഉണ്ടാക്കണം. ഓക്കെ ഗൈസ്, ഞാൻ അങ്ങനെ ഫുള്ള് സ്റ്റോൺ റൂൾസിലായിട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഇവിടെ എവിടെയെങ്കിലും അടുത്ത് വല്ല കേവ് ഉണ്ടോ എന്ന് നോക്കണം. അയ്യോ, എൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിൾ പോയി. ഓക്കെ, നമുക്ക് ഇവിടെ അടുത്ത് വല്ല കേവ് ഉണ്ടോ എന്ന് നോക്കണം. സോ ഞാൻ ഓരോ കേവ് കണ്ടുപിടിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓ ഗൈസ്, നമുക്കിവിടെ രാത്രി ആവുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ബെഡ് ഉണ്ടാക്കണം. സോ അവിടെ കുറച്ച് വൂള് കാണുന്നുണ്ട്. വൂള് ഓ, ഇവിടെ ഇപ്പം രാത്രിയാവും ഗൈസ്. അവിടെ ഒരു ആടുംപാടുണ്ട്. പെട്ടെന്ന് പോയി അവനെയും പാടെ കൊല്ലണം. എന്താ കേവിലോട്ട് കയറി പോണു ഗൈസ്. സോ ഗൈസ്, ഞാൻ ബെഡ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, ഞാനങ്ങനെ ഇവിടെ ബെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പിന്നെ കുറച്ച് ബ്രൈറ്റ്നെസ് കൂട്ടിയിട്ടു, ഒന്നും കാണുന്നില്ല. അവിടെ ഒരു വിച്ചൊക്കെ ഉണ്ട്. കുറച്ച് ആളെടുത്തുനിന്ന് എനിക്ക് അടി കിട്ടിയിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ ഇവിടെ പെട്ടെന്ന് ഉറങ്ങാൻ പറ്റുമോ നോക്കട്ടെ. ഇവിടെ ഉണ്ട്. ഓക്കെ, ഉറങ്ങ. ഓനോ, എൻ്റെ ബെഡ് പോയി ഗൈസ്, എൻ്റെ ബെഡ് പോയി. ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്കിന് ഇതൊന്ന് ഓഫാക്കിയിട്ടോ ഗൈസ്. ഈ റെക്കോർഡ് കഷ്ടപ്പെട്ട് ഉറങ്ങി നീച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ക്രീപ്പറൊക്കെ ഉണ്ട്. എൻ്റെ ലൈഫ് നോക്കിയറിയാം, ഞാൻ നല്ലോണം അവന്മാരായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഫൈറ്റ് ചെയ്തില്ല, അടി വാങ്ങിച്ച് കൂട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ ഒരു ക്രീപ്പർ വാങ്ങാൻ പൊട്ടിത്തെറിക്കട്ടെ, അല്ലെങ്കിൽ നമ്മളെ കാര്യം വടിയാവും. ഇതിട്ട് ഫുഡും ഇല്ല. സോ നമുക്ക് പെട്ടെന്ന് തന്നെ അയൺ ആർമറിലോട്ട് ഫോക്കസ് ചെയ്യണം. ഇവിടെ വല്ല കേവും കാണുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കേവ് കണ്ടിട്ട് കേവിൽ നമുക്ക് കുറച്ച് കോളുണ്ട്. കോള് വേണം, എന്നാലേ നമുക്ക് ടോർച്ച് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ടോർച്ച് ഉണ്ടാക്കിയാലുള്ളൂ നമുക്ക് പിന്നെ വലിയ കേവിലൊക്കെ പോയി മൈനിങ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ ടോർച്ച് വേണം, അല്ലെങ്കിൽ കണ്ണ് കാണത്തില്ല. ഓക്കെ ഗൈസ്, അവിടുന്ന് എനിക്ക് 12 കോള് കിട്ടിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് പോത്തിരിപ്പുണ്ട്, അവന്മാരെ അങ്ങ് തീർക്കാം. ഓക്കെ, ലെതറും കിട്ടി. അവിടെ ഒരുത്തനും പാടുണ്ട്. ഇവിടെ ഒരു കേവും ഉണ്ട് ഗൈസ്. ഈ കേവക്ക് പോയി നോക്കുന്നതിന് മുമ്പ് അവന്മാരെ ഞാൻ തീർക്കട്ടെ. ഓക്കെ, നല്ല ലാഗ് ഉണ്ട്. ഓ ഗൈസ്, ഇവിടെ വളരെ വലിയൊരു കേവ് ഉണ്ട്. സോ ഇപ്പം ഇങ്ങോട്ട് നമുക്ക് പോരാൻ പറ്റില്ല, കാരണം നമുക്ക് ആർമറില്ല. അതിനാണ് ഞാൻ ആർമർ ഉണ്ടാക്കണമെന്ന് പറഞ്ഞത്. ഇനി അടുത്ത കേവ് കണ്ടുപിടിച്ചിട്ട് കാണിച്ചു തരാം. ഇവിടെ വലിയൊരു കേവ് കാണുന്നുണ്ട്. സോ നമുക്ക് അവിടെ പോയി മൈനിങ് ചെയ്യാം. അവിടെ ഒരു സ്പൈഡർ കാണുന്നുണ്ട്, അവനൊന്നും ചെയ്യില്ല. ബട്ട് ക്രീപ്പർമാരെയാണ് വരുന്നത്. അവിടെ കുറേ അയണൊക്കെ ഉണ്ട്. ഞാൻ ടോർച്ച് ഉണ്ടാക്കാൻ മറന്നുപോയി. ഞാൻ കുറച്ച് ടോർച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്.
നമുക്ക് ഇൻവെൻറ്ററിയിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ടോർച്ച് ഉണ്ടാക്കാം. സോംബി. ഓക്കെ ഗൈസ്, ഞാനവിടെ ടോർച്ച് വെച്ചിട്ട് ഓരോ അയൺ മൈനിങ് ചെയ്യുമ്പോഴും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് മൈനിങ് ചെയ്യാം. എൻ്റെ ഫുഡും തീർന്നു. നമുക്ക് ഈ കുറച്ച് അയൺ മൈനിങ് ചെയ്തിട്ട് പെട്ടെന്ന് കാർബൺ ഉണ്ടാക്കണം. സോ ഈ അയൺ പെട്ടെന്ന് മൈനിങ് ചെയ്യട്ടെ. കുറച്ച് കോബിൾ സ്റ്റോണും വേണം, എന്നാലേ നമുക്ക് ഫർണസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എൻ്റെ ടോർച്ച് 24 ബാക്കി കോള് കയ്യിലുണ്ട്. ഇവിടെ കുറച്ചായിട്ടുണ്ട്, ഇതെടുക്കാം. ഇവിടെ ഒരുപാടായിട്ടുണ്ട് ഗൈസ്, ഒരുപാടായിട്ടുണ്ട്. സോ നമുക്ക് കിട്ടുന്നതിനൊക്കെ മാക്സിമം എടുക്കാം. എത്രനാണ് ഇത്? ഇതാണ് ഗൈസ് എൻ്റെ ലെക്കൊക്കെ. ലെക്ക് ഉണ്ടായതുകൊണ്ടാണ് ഗൈസ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. സോ ഞാൻ കുറച്ച് കോബിൾ സ്റ്റോൺ കൊടുക്കട്ടെ, എന്നാലേ നമുക്ക് ഫർണസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഞാൻ അവിടെ വെച്ച് മറന്നു. ഇവിടെയും കുറച്ചുണ്ട് ഗൈസ്, ഇത് മഞ്ഞാം. ഇനി നമുക്ക് നേരെ പോയി എൻ്റെ വുഡ് തീർന്നിക്കണേ, ഞാൻ കുറച്ച് വുഡ് എടുക്കട്ടെ. ഞാൻ അവിടെ എത്തിയിട്ട് ഓക്കെ ഗൈസ്, അപ്പോൾ ഞാനിവിടെ നിന്നൊരു മരം വെട്ടിയിട്ട് ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളിതിൽ 33 5 കോൾ വെച്ചിട്ട് നമുക്ക് സ്മെൽറ്റ് ചെയ്യാം. നമുക്ക് സ്മെൽട്ടായിട്ട് ഞാനിത് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, ഞാൻ നേരത്തെ കുറച്ച് ശ്രദ്ധിച്ചില്ല, കുറച്ച് നൈറ്റ് ആയതുകൊണ്ട് അവിടെ ഒരു വില്ലേജ് ഉണ്ട് ഗൈസ്. ആ വില്ലേജിലോട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോകണം. എന്നിട്ട് നമുക്ക് അയൺ ഫാർമും വില്ലേജർ ബിൽഡറൊക്കെ ഉണ്ടാക്കാവുന്നതാണ്. സോ ഇനി നമുക്ക് നമ്മളെ ബേസ് എവിടെ വരും ഞാൻ കാണിച്ചു തരാം. ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നത് നമുക്ക് ആ മലൻ്റെ മുകളിൽ ഉണ്ടാക്കാമെന്നാണ്. പിന്നെ ഈ ന്യൂ അപ്ഡേറ്റിൽ വന്ന ഈ ഒരു സാമാനം ഉണ്ടല്ലോ, ഇതെനിക്ക് വേണം. ഇത് ഡെക്കറേഷനൊക്കെ നല്ല യൂസ് ആവുന്ന തോന്നുന്നു. നൈറ്റിൽ അടിപൊളിയായിട്ട് നമുക്കൊരു പാർട്ടികളൊക്കെ കാണാം. സോ ഗൈസ്, നമ്മളെന്തായാലും ആ മലൻ്റെ മേലാണ് ബേസ് ആക്കാൻ പോകുന്നത്. നമുക്ക് ആ വില്ലേജിലോട്ടൊക്കെ പോയി നോക്കണം. ഈ അയണ് 10 സ്മെൽട്ടായിട്ടുണ്ട്. സോ ഞാൻ ഫുള്ള് സ്മെൽട്ടായിട്ട് കാണിച്ചു തരാം. അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മളുടെ 33 അയൺ വരെ സ്മെൽട്ടായിട്ടുണ്ട്. ഇനി നമുക്കിത് പോയിട്ട് ആർമർ ആക്കണം. സോ ഒരു ഹെൽമെറ്റ്, ഒരു ലെഗിൻസ്, ബൂട്ട്. സോ ഗൈസ്, നമുക്ക് ടൂൾ ഉണ്ടാക്കണം. ഒരു ഷീൽഡ് ഉണ്ടാക്കാം ഗൈസ്, ഒരു ഷീൽഡ് വേണം. ഓക്കെ, ഞാനൊരു ഷീൽഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ടൂൾസ് ഉണ്ടാക്കാം. സോഡ്, പിക്കാക്സ്, ആക്സ്. ഷവലിന് സ്റ്റിക്കില്ല തോന്നുന്നു ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഫസ്റ്റത്തെ എപ്പിസോഡിൽ തന്നെ ഫുൾ അയൺ ആർമർ ആയിട്ടുണ്ട്. ഫുൾ ടൂൾസ് ആയിട്ടില്ല, സോഡും പിക്കാക്സും ആക്സും ആയിട്ടുണ്ട്. ബട്ട് നമ്മൾ ഷവലും ഹോയും ഉണ്ടാക്കിയിട്ടില്ല. സോ നമ്മളിനി ബേസ് കണ്ടുപിടിക്കണം. ബേസ് അവിടെ വരുന്നു, അത് മാത്രം ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ബേസ് വരുന്ന സ്ഥലം കണ്ടുപിടിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് നല്ലൊരു സ്ഥലം കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ ആക്കാമെന്നാണ് നോക്കുന്നത്. അതിന് മേലെയും കുറച്ച് സ്ഥലമുണ്ട്, അങ്ങോട്ടോട്ടൊന്ന് പോയി നോക്കാം. ഗൈസ്, ഇവിടെ ആക്കാം. ഇവിടെ അടുത്ത എപ്പിസോഡിൽ ഞാൻ വരുമ്പോൾ ഇവിടേക്ക് ഒന്ന് ടെറാഫോമിംഗ് ഒക്കെ ചെയ്യണം. ഇവിടെ ഒക്കെ ബോറായി കിടക്കുകയാണ്. ഇവിടെ നമ്മളെ വീടുണ്ടാക്കണം. സോ നമുക്ക് തൽക്കാലത്തേക്ക് നമ്മളെ ബെഡും ക്രാഫ്റ്റിംഗ് ടേബിളും ഇവിടെ വെക്കാം. ഇവിടെ സോ ഇത്രേ ഉള്ളൂ ഗൈസ് നമ്മളെ ഇന്നത്തെ വീഡിയോ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് നമ്മളെ വീടുണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. അടുത്ത എപ്പിസോഡ് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ തന്നെ വരും. പെട്ടെന്ന് തന്നെ നമ്മൾ വീഡിയോസൊക്കെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇടാൻ നോക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.